ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഇന്ന് 28 ജൂൺ. ഈ 28 ജൂണിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം ഇന്നാണ് FCRA നിയമ ഭേദഗതി ഉണ്ടാകാതിരിക്കാനായി സകല ക്രിസ്ത്യാനികളും ഒരുമിച്ച് രാജ്യമെമ്പാടും പ്രാർത്ഥിക്കാനായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. ഇതിൽ സഭാ വ്യത്യാസങ്ങളില്ല, ഇതിൽ ജാതിമത ഭേദമന്യുമില്ല, ആർക്കും വന്നിരുന്ന് പ്രാർത്ഥിക്കാം. FCRA നിയമം നടപ്പിലാകാൻ പാടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഇലക്ഷന് മുമ്പ് വരെ FCRA നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സഭാ മതമേലധ്യക്ഷന്മാർക്ക് വലിയ ധാർഷ്ട്യമായിരുന്നു. അത് നമുക്ക് കണ്ടിട്ടുള്ളതാണ്. വലിയ രീതിയിലുള്ള സംസാരമൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ദീപിക പത്രം പിന്നെ പറയണ്ട, അത് എഴുതി മരിക്കുകയായിരുന്നു FCRAക്കെതിരെ. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചൂട് നിങ്ങൾ അറിയും എന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോ ഈ FCRA നിയമ ഭേദഗതി ഏതാണ്ട് വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ വരും എന്നുള്ള തീരുമാനം മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു കർത്താവിന്റെ തീ മോദിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം FCRA വരുന്ന ബില്ല് ഭേദഗതി വരുന്നത് മാത്രമല്ല, നരേന്ദ്രമോദി 3/2 ഭൂരിപക്ഷത്തിലേക്ക് കർത്താവ് ഈശോ മിശിഹ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി 3/2 ഭൂരിപക്ഷം. അപ്പോൾ അതിൽ FCRA ബില്ല് ആ ഒരു ഇതിൽ ഇവരുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോ ഒന്ന് ശാന്തമായിട്ടുണ്ട് അന്തരീക്ഷം. ഇത് എന്തിനു മുമ്പുള്ള ശാന്തത, കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ എന്നറിയില്ല. ഇപ്പോ ഒന്ന് ശാന്തമായിട്ടുണ്ട്. ഇപ്പോ വലിയ വലിയ ടീമുകളൊന്നും നിരത്തിലേക്ക് ഇറങ്ങി ഇപ്പൊ കോൺഗ്രസ് ഇറങ്ങുന്നുണ്ട്. കോൺഗ്രസ് ഒരു കാര്യം ആലോചിക്കണം, മുനമ്പം വിഷയം നടന്നപ്പോ തിരിഞ്ഞു നോക്കാത്ത ടീമാണ്. ഇപ്പോ സകലമാന മാധ്യമങ്ങളും വന്നിരുന്ന കോൺഗ്രസ് പറയുന്നുണ്ട്, ഇത് ജോൺ ബ്രിട്ടാസ്, കോൺഗ്രസ് എല്ലാവരും പറയുന്നുണ്ട്, ഇത് സഭകൾക്ക് മേലുള്ള വെല്ലുവിളിയാണ്. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. അതിനകത്ത് ജോൺസൺ എന്ന് പറഞ്ഞ ഒരു പള്ളിയിലച്ചൻ വന്നിരുന്ന് പറയുകയാണ്, വലിയ RSSന് പോലും ചെയ്യാൻ പറ്റാത്ത വലിയ സാമൂഹിക പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഏർപ്പെടുന്നത്, നിങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉടനെ തിരിച്ചപ്പുറത്തിരിക്കുന്ന, എനിക്കൊന്ന് ശിവശങ്കരനാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ തിരിച്ചു ചോദിച്ചത്, RSS 1 രൂപ ഫണ്ട് മേടിക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾക്കും ചെയ്തുകൂടെ? എന്തിനാണ് ഫണ്ട് മേടിച്ച് ചെയ്യുന്നത്? അത്ര വലിയ ഒരു രൂപ ഫണ്ട് മേടിക്കാതെ പോലും ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പല സാമൂഹിക പ്രവർത്തനങ്ങളും ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാർ. അതിപ്പോ ഏതായിരുന്നാലും ശരി, ഇപ്പൊ സ്കൂളുകളുടെ കേസിലായാലും ശരി, വനവാസികൾക്ക് നടന്ന ക്ഷേമ പ്രവർത്തനം അത് ഞങ്ങളാണ്. നിങ്ങൾ ഈ ഫണ്ട് മേടിച്ചിട്ട് പോലും നിങ്ങൾ അതിലേക്ക് മുമ്പിലെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. നല്ലൊരു ഡിബേറ്റ് ആയിരുന്നു. അപ്പോൾ ഇവരെ ഒന്ന് ഒതുങ്ങി എന്ന് തോന്നുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇനി ഇതിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പുള്ളി ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ കാല് തിരിച്ചെടുക്കില്ല എന്നുള്ള ആ ഒരു അവബോധത്തിൽ നിന്നാണോ ഇവർ ഒതുങ്ങിയത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് മുമ്പുള്ള ഒരു മുന്നോടിയാണോ ഈ ശാന്തത? അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഏത് ഭാഗത്താണ് ഇവർക്ക് എതിർപ്പെന്നുള്ള അറിയില്ല. ഇവർക്ക് ആകെ എതിർപ്പുള്ളത് മതം മാറ്റം അനുവദിക്കില്ല എന്നുള്ളതിന്. മതം മാറ്റം അത് പറയുന്നുണ്ട്, മതപരിവർത്തനം അനുവദിക്കില്ല. അപ്പൊ ഇവര് പറഞ്ഞത് അത് അവകാശമാണെന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്, മതപരിവർത്തനം അവകാശമാണ്. അപ്പൊ ഹിന്ദുക്കളെല്ലാം കൂടെ തീരുമാനിക്കുകയാണ് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെല്ലാം കൂടെ തിരിച്ചു മതം മാറ്റുക. കാരണം അവരുടെ ഹിന്ദു വലിയൊരു ശക്തിയാണല്ലോ രാജ്യത്ത്. അങ്ങനെ ചിന്തിച്ചു കഴിയുക. ഇവിടെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഇക്കാലം അത്രയും കേരളത്തിലെ BJPക്കാർ കേക്കും വൈനും ഉടുപ്പും ഒക്കെ ആയിട്ട് അരമനകൾ കയറി ഇറങ്ങുന്നതായിരുന്നെങ്കിൽ ഇന്ന് റിവേഴ്സ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏതൊരു കാര്യത്തിന് റിവേഴ്സ് ആയിട്ടൊരു പ്രക്രിയ നടക്കും. ഇന്നിപ്പോൾ ഈ അച്ഛന്മാര് കിട്ടാവുന്നിടത്തോളം ഇല്ലെങ്കിൽ പരിചയമുള്ള കംപ്ലീറ്റ് RSSകാര്, കംപ്ലീറ്റ് BJPക്കാര് വിളിച്ചോണ്ടിരിക്കുക എന്തെങ്കിലും ഒരു ഓപ്ഷനെ അമിത്ഷായെ കാണാൻ കിട്ടുമോ എന്നുള്ളത്. 3 തവണ ബന്ധപ്പെട്ടിട്ടും അദ്ദേഹം മൈൻഡ് ചെയ്തിട്ടില്ല. അവിടെ പെർമിഷൻ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ട് ഇത് മൈൻഡ് പോലും ചെയ്യത്തില്ലാത്തൊരു സാഹചര്യം. എനിക്കൊന്ന് അമിത്ഷാ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നൊരു നേതാവും ഇതിന്റെ വാല പിടിച്ചിട്ട് പോകാനുള്ള സാധ്യതയുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്നലെ നമ്മൾ അറിഞ്ഞൊരു വാർത്ത പറഞ്ഞാൽ ഇവര് തീരുമാനമെടുത്തിട്ടുണ്ട് BJPയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇവരിപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പണി ഇനിയും ഇരന്ന് വാങ്ങേണ്ടി വരും. അതുകൊണ്ട് അവന്മാരെ തൽക്കാലം വെറുപ്പിക്കാവുന്നതിന് മാക്സിമം വെറുപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ന്യൂട്രലിൽ നിന്നിട്ട് ഈ പ്രതിപക്ഷ കക്ഷികളെ കൊണ്ട് ഒന്നും തന്നെ ഇനി സാധ്യമാകില്ല. കാരണം 3/2 ഭൂരിപക്ഷത്തിലേക്ക് മോദി നിൽക്കുമ്പോഴത്തേനും പ്രതിപക്ഷ പാർട്ടികളെ പോയി കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചായ പിടിച്ച് പിരിയാന്നല്ല പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. അത് അവർക്ക് നന്നായിട്ട് അറിയാവത്. പിന്നെ ഈ കേരളത്തിലെ BJPക്കാരൊന്നും ഇതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരില്ല. കാരണം അവർക്ക് അവിടെ ചെല്ലാൻ പേടിയാ. കാരണം അമിത്ഷായാണ് ഇത് മൊത്തം ഏറ്റെടുത്തിരിക്കുന്നതും ഇവരെ കാണാൻ പോലും കൂട്ടാക്കാത്തപ്പോൾ ഇവിടുന്ന് ആര് പോകാനാണ് ഈ കാര്യം പറഞ്ഞത്? ആരും മിണ്ടാലില്ല. മുമ്പ് ഇവർ നല്ല സ്നേഹത്തിലായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല സംഭവിക്കുന്നത്. അവരിവിടെ കിരൺ റിജ്ജു വരെ വന്ന് ഇവരുമായിട്ടൊക്കെ ചർച്ച നടത്തിയതാണ്. വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇവരെ കുറഞ്ഞ പക്ഷം ചർച്ചയ്ക്കെങ്കിലും വിളിക്കാനൊരു സാഹചര്യം ഒരുങ്ങുമായിരുന്നു. പക്ഷെ ഇവരായിട്ട് ആ പാലം തകർത്ത് കളയാനും ചെയ്തത്.
കാരണം ഈ മെത്രാന്മാരൊക്കെ ഇനി മോദിയെയും തെറി വിളിക്കുന്നുണ്ട്, അമിത്ഷായെ വിളിക്കുന്നുണ്ട്, BJPക്ക് എന്തോ പുകിലായിരുന്നു ഇലക്ഷന് മുമ്പ്. ഇവരെ എരിവ് കയറ്റിക്കൊണ്ട് കുറെ മാധ്യമങ്ങൾ, ഇവരെ പിന്നെ തീച്ചുളയിലേക്ക് എടുത്ത് എറിഞ്ഞുകൊണ്ട് കുറെ രാഷ്ട്രീയക്കാർ, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം പ്രാർത്ഥനയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പ്രാർത്ഥനാ സമരത്തിന്റെ ഒരു വിഷ്വൽസോ വാർത്തയോ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഈ സീറ്റിൽ ഇരിക്കുന്നത്, ഞാൻ രാവിലെ മുതൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദില്ലിയിൽ മാത്രമാണ് രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 വരെയാണ് പ്രാർത്ഥനാ യോഗങ്ങൾ. ഇന്ന് പ്രാർത്ഥനയിലേക്ക് ഇറങ്ങിയത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, മുൻകാലങ്ങളിലെല്ലാം തിരുവനന്തപുരത്ത് അടക്കം വലിയ രീതിയിലുള്ള റാലികൾ ഇവർ നടത്തുമായിരുന്നു, പ്രതിഷേധ റാലികൾ. എന്തുകൊണ്ടാണ് റാലികൾ മാറ്റിവെക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി മാധ്യമങ്ങളിൽ ഈ വാർത്ത നൽകാത്തത്? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇവർ ഭയന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി കൂടുതൽ വയലന്റ് ആക്കിയാൽ, BJPക്കാരെ കൂടുതൽ വയലന്റ് ആയി കഴിഞ്ഞാൽ അവന്മാർ മൈൻഡ് ചെയ്യില്ലെന്ന് മാത്രമല്ല, ബാക്കിയുള്ളിടത്തൂടെ കയറി അവന്മാർ പണി തരും എന്നൊരു ഒരു വലിയ ഭയത്തിൽ നിന്നാണ് ഇതിപ്പോ ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ ഇവർ പറയുന്നത് ചാരിറ്റി എന്ന് പറയുന്നത്, ഇവരുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പൈസ ഇല്ലാതെ ചികിത്സിക്കാറുണ്ടോ? സ്കൂളിൽ പഠിപ്പിക്കാറുണ്ടോ? ഇതൊന്നുമില്ല. കാരണം ഇത് ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്കൂളുള്ളത് RSSനാണ്. 27,000 സ്കൂളുകളുണ്ട്. അവിടെ അവർ പൈസ വാങ്ങി തന്നെയാണ് പഠിപ്പിക്കുന്നത്. പൈസ വാങ്ങാത്ത സ്കൂളുകളുമുണ്ട്. വനവാസി കല്യാൺ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഏകലവ്യ സ്കൂളുകൾ 10,000 ഈ രാജ്യത്ത് ഉള്ളത്. അത് ആരുടേതാണ് പൈസ പഠിക്കുന്നത്? ആരുടേത് പൈസ കിട്ടില്ല. അതൊക്കെ ഒരു നിസ്വാർത്ഥ സേവനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അപ്പോ ഇവരുടെ എല്ലാ സ്ഥാപനങ്ങളും, ഈ തൃശ്ശൂരൊക്കെ പോയി നോക്കൂ, അവിടെ ഒരു ആശുപത്രിയുടെ മുമ്പിൽ കുറെ നഴ്സുമാർ സമരം തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്തിനു വേണ്ടിയിട്ടാണ്? ശമ്പളം കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. ആരുടെ ആശുപത്രിയാണത്? സഭയുടെ ആശുപത്രിയാണത്. അതായത് ഇവർ നല്ല രീതിയിൽ ആ ഹോസ്പിറ്റലിൽ വരുന്നുള്ളത് പിഴിയുന്നുണ്ട്, പൈസ മേടിക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, ഫ്രീ ആയിട്ട് എവിടെങ്കിലും ഒരിടത്ത് ഇവര് ചികിത്സ കൊടുക്കുന്നുണ്ടോ? എവിടെങ്കിലും ഒരിടത്ത് മുമ്പ് തള്ളിക്കൊണ്ടിരുന്ന മദർ തെരേസ കുഷ്ഠരോഗികളെ ചികിത്സിച്ചത് ഭയങ്കര സംഭവമാണ്. ലോകത്തിലെ തന്നെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുഷ്ഠരോഗ നിർമ്മാർജ്ജനം നടത്തുന്നത് ഹിന്ദു തന്നെയാണ്. കുഷ്ഠാശ്രമം എന്നാണ് വാരണാസിയിലുള്ളത്. അത് എന്നോ തുടങ്ങിയതാണ്. അതിനൊക്കെ എത്രയോ കഴിഞ്ഞിട്ടാണ് മദർ തെരേസ വരുന്നത് തന്നെ. കുഷ്ഠാശ്രമമാണ് ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുഷ്ഠരോഗ ചികിത്സ, അതിന്റെ ഈ റീഹാബിലിറ്റേഷൻ ഇതെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഈ കുഷ്ഠാശ്രമം. വാരണാസിയിലാണ്, കാശിയിൽ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ആകെ ഉള്ളത് മതപരിവർത്തനം പറ്റില്ല. അതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാന കോഴ്സ്. പിന്നെ ഈ നരേന്ദ്രമോദി കയറിയതിനു ശേഷമാണ് അമൃതാനന്ദമയ ഒരു ട്രസ്റ്റിന്റെ ഈ FCR വന്ന് അതിന്റെ ലൈസൻസ് റദ്ദ് ചെയ്ത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ 4 ട്രസ്റ്റുകളുടെ അംഗീകാരം റദ്ദ് ചെയ്ത്. പിന്നെ അങ്ങനെ സിഖുകാരുടെ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഹൈന്ദവ സംഘടനകളുടെയും ഇത് റദ്ദ് ചെയ്തിട്ടുണ്ട്. അവർക്കാർക്കും പരാതി ഇല്ലായിരുന്നല്ലോ. എന്താ കാര്യം? അവർക്ക് തന്നെ അറിയാം, ഞങ്ങൾക്ക് ഒന്നുകിൽ കണക്ക് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പാളിച്ച പറ്റി, ഇല്ലെങ്കിൽ ഞങ്ങൾ കണക്ക് തെറ്റിച്ചാണോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അമൃതാനന്ദമയിക്കൊക്കെ എന്താ പ്രതിഷേധം നടത്താൻ വല്ല പാടുണ്ടോ? അവർക്ക് ഈ കേരളം മുഴുവൻ അവരൊന്ന് വിളിച്ചു കഴിഞ്ഞാല് 100 കണക്കിന് അവരുടെ ഡിവോട്ടീസ് ഉണ്ട്. ഇല്ലെങ്കിൽ അവരുടെ പ്രസ്താവന കൊടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ പത്രങ്ങൾ ക്യൂ നിന്നുകൊണ്ട് ആ പ്രസ്താവന കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവരാരും ഇതിനെക്കുറിച്ച് മിണ്ടും നമ്മൾ കേട്ടില്ലല്ലോ. വിശ്വന്തോഷത്തും കാമാനരക്ഷരം മിണ്ടും നമ്മൾ കേട്ടില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാടുണ്ട്. ഇവര് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് കൗതുകകരമായ കാര്യം എന്ന് വെച്ചാൽ, ക്രിസ്ത്യാനികൾ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ FCR ഇവന്മാരി കിടന്ന് ബഹളം വെക്കുന്നത്? ഞങ്ങൾക്കാർക്കും ഈ പൈസ കിട്ടിയിട്ടില്ല. അവർ പറയുന്നത് ഇവിടെ പള്ളി പണിയുന്നത് ഞങ്ങളുടേത് പിരിവെടുത്തിട്ടാണ്, പുറത്തുനിന്നുള്ള പൈസയ്ക്കൊന്നും അല്ല. ഇവിടെ പള്ളി പണിയുന്നത്, സെമിത്തേരി പണിയുന്നതും സ്ഥലം മേടിക്കുന്നത് ഞങ്ങളുടെ പൈസയ്ക്കല്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഇവർ തരാറില്ല. അതായത് സ്വന്തം വിഭാഗത്തിൽ പെടുന്നവൻ പട്ടിണിയിലും മുഴുപട്ടിണിയിലും ദാരിദ്ര്യത്തിലും രോഗാവസ്ഥയിലും കിടക്കുമ്പോൾ ഇവൻ മറ്റു മതത്തിലെ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. അതിനാണ് ഈ പണം എന്നാണ് പറയുന്നത്. അതായത് കിട്ടുന്ന പൈസയിൽ പകുതി കൂട് അടിച്ചു മാറ്റും. ഒരു ട്രസ്റ്റ് ആദ്യം ഉണ്ടാക്കും. ഇത് പള്ളിയുമായി ബന്ധമില്ല ഇതിന്. അച്ഛനും ടീമുകളും എല്ലാം കൂടെ ചെന്നൊരു ട്രസ്റ്റ് ഉണ്ടാക്കും. കാർബൺ ഫണ്ട് മേടിച്ച ഒരു അച്ഛൻ ഇടുക്കിയിൽ മാധവ ഗാഡ്ഗിലിനെതിരെ സമരം നയിച്ചിരുന്നു ഹൈറേഞ്ച് സംരക്ഷണ സമിതിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് കാർബൺ ഫണ്ട് എന്തിനാണ് കൊടുക്കുന്നത്? കാർബൺ ഫണ്ടിന്റെ കോടിക്കണക്കിന് രൂപ എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നത്? മരങ്ങൾ നട്ടുപിടിപ്പിച്ച് നമ്മളുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നുള്ള ആ ഒരു മലിനീകരണം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ എന്താണ് ചെയ്തത്? അത് തടയാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ മാധവ ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് വന്നത്. അതനുസരിച്ചിട്ടാണല്ലോ ഈ ബഫർ സോണുകളടക്കം തിരിച്ചുകൊണ്ട് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശവും തിരിച്ചുകൊണ്ട് വന്ന് അതിനെതിരെ സമരം ചെയ്ത് അവരെ ഓടിച്ചു. അപ്പൊ എന്താ അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഈ ഫണ്ട് പോകുന്നത് നല്ല കാര്യത്തിനല്ല. ഈ രാജ്യത്ത് എന്തൊക്കെയോ ഉണ്ടാക്കി കൊണ്ടുവരാൻ, ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. മാധവ ഗാഡ്ഗിലിനൊപ്പമല്ലേ നിൽക്കേണ്ടത്? കാരണം ഇവർ വാങ്ങിയെടുക്കുന്ന ഫണ്ട് അതാണല്ലോ, കാർബൺ ഫണ്ട്.
അപ്പൊ ഇത് ഉള്ള കാര്യങ്ങൾ. പിന്നെ ഈ NGOകൾ തന്നെയാണ് കൂടംകുളത്തായാലും വിഴിഞ്ഞത്തായാലും ഒക്കെ ഈ മതത്തിന്റെ പരിവേഷമിട്ട NGOകളാണ് ഈ വികസന പ്രവർത്തനങ്ങൾ തടയുന്നത്. നമ്മൾ വിചാരിക്കുന്നതൊക്കെ വളരെ പെട്ടെന്നൊന്നും അല്ല ഈ ആള് കൂടുന്നത്. ഈ ആൾ വന്നു പ്രതിഷേധം നടത്തുന്നു, ഇതൊക്കെ നല്ല പൈസ ചെലവുള്ള കാര്യമാണ്. ഫ്രീ ആയിട്ട് നടത്താൻ പറ്റുമായിരുന്നെങ്കിൽ BJP CPM ഒക്കെ ഡെയിലി സെക്രട്ടേറിയറ്റിന്റെ വാതിക്കൽ സമരം നടത്തത്തില്ലായിരുന്നു. ഒരു സമരം നടത്തണം എന്നുള്ളത് 1-2 രൂപ പോരാ, അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ പ്രവർത്തകരെ അവിടെ എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ, അവിടെയുള്ള ഭക്ഷണം, കുടിവെള്ളം, അതുപോലെ തന്നെ ഇവരുടെ അനൗൺസ്മെന്റിന്റെ കാര്യം, ഇതിനകത്ത് ആർക്കെങ്കിലും പരിക്ക് പറ്റിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്താൽ മാത്രമേ ഒരു ചെറിയ പ്രക്ഷോഭം പോലും ഒരു ചെറിയ പാർട്ടിക്ക് നടത്താൻ കഴിയൂ. അതുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിലൊന്നും ഈ ഡെയിലി സമരങ്ങളൊന്നും കാണത്തില്ലെങ്കിൽ സമരമൊക്കെ എപ്പോഴും കാണത്തില്ലേ, റിസ്ക് ആണ് 10 പേരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകുക എന്നുള്ളത്. അവിടെയാണ് ഇവരുടെ നേതൃത്വത്തിലൊക്കെ പടുകൂറ്റൻ റാലികൾ നടക്കുന്നു, മാസങ്ങളോളം നീളുന്ന സത്യാഗ്രഹം നടക്കുന്നു. ഈ ഫണ്ട് എവിടുന്നാണ് ഈ വരുന്നത്? അതല്ല നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അവിടെ നിന്ന് വരുന്ന ഫണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, വികസന പ്രവർത്തനം തടയാൻ. രണ്ടാമത് ഇപ്പൊ ഈ പിടിച്ചിരിക്കുന്നത് തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ആ സംഘടനയുടെ ഇനി ഈ വിദേശ സംഘടന NGOകളുടെ ഇവിടെ ഗ്രീൻ പീസ് അതുപോലുള്ള സംഘടനകള് നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട്. എന്തിനാ ബാൻ ചെയ്തത്? പൗരത്വ ഭേദഗതി സമരത്തിനെതിരെ ഇതിന്റെ ആളുകൾ പോയി ഒന്ന് KJ വിളിക്കുകയാണ്, പോസ്റ്ററും പിടിച്ചുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, അത് വിദേശത്തു നിന്നൊരു NGO ഇവിടെ വന്നിട്ട് നമ്മുടെ രാജ്യത്തിന് ഒരു നിയമത്തിനെതിരെ നടത്തുന്ന സമരത്തിൽ അവരാണ് മുൻപന്തി നിൽക്കുന്നത്. ഈ NGOകളാണ് ഈ സമരത്തിന്റെ എല്ലാം പിന്നിലും മുന്നിലും ഒക്കെ നിൽക്കുന്നത്. അപ്പൊ എടുത്തു കളഞ്ഞു, ആർക്കും ഒന്നും മിണ്ടില്ലല്ലോ, ആരും മിണ്ടില്ല, മിണ്ടാൻ കഴിയില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, വിദേശികൾ പറ്റില്ല, ഈ നിങ്ങളുടെ ട്രസ്റ്റിനകത്ത് വിദേശികൾ പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. അപ്പൊ ഇവർക്ക് ഇടപെടാനും കഴിയില്ലല്ലോ. ഇവരെന്തിനാണ് ഈ ഭയക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സുതാര്യമായ രീതിയിലാണ് സാമ്പത്തികം വരുന്നതെങ്കിലും അത് ചെലവാക്കുന്നുണ്ടെങ്കിലും അത് ചോദിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഈ സർക്കാരുണ്ട്. ഇവർ ഇടയ്ക്ക് കുറെ അഭ്യാസങ്ങൾ വേറെ കാണിച്ചു. ഇവര് ഈ ഇവാഞ്ചലിസ്റ്റുകളുടെ ഒരു കേന്ദ്രമാണല്ലോ അമേരിക്ക. അവിടെ പോയിട്ട് ഇവര് കുത്തിയിളക്കി മാർക്ക് റൂബിയോ ഇവിടെ വന്നു. പട്ടി വില പോലും ഈ രാജ്യത്ത് ആരും കൊടുത്തില്ല. മാർക്ക് റൂബിയോ വന്നു, കുറച്ചു ദിവസമൊക്കെ വന്ന് കൽക്കട്ടയിൽ കറങ്ങി, ഗുജറാത്തിൽ കറങ്ങി, പിന്നെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിച്ചു പോകാൻ നേരത്ത് 2 SHO റാങ്കിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു കൊണ്ട് യാത്രയാക്കിക്കോളാൻ പറഞ്ഞു. കാരണം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് സെക്രട്ടറി വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളായാലും മന്ത്രിമാര് പോകേണ്ടതാണ്. സ്റ്റേറ്റ് സെക്രട്ടറിയൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും ജയശങ്കറിനെ പോലെ ഒരു മന്ത്രിയെങ്കിലും കുറഞ്ഞ പക്ഷം സ്വീകരിക്കാൻ പോകുന്ന, തിരിച്ചയക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും വിട്ടാലും മതി. ഇത് മന്ത്രിമാര് പോയിട്ട് ആരുമില്ലായിരുന്നു. അവസാനം ഈ പട്ടി ചന്തയ്ക്ക് പോയ കണക്ക് പുള്ളി ഇവിടെ വന്ന് കുറച്ച് കറങ്ങി പുള്ളി അതേ കണക്ക് തിരിച്ചുപോയി. ഒരു ഇതും ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞു ട്രംപ് ഇവിടെ ഉടനെ തന്നെ അവരുടെ മാധ്യമങ്ങളെല്ലാം അവിടെ പറയാം, ട്രംപ് വരട്ടി, മോദി വിറച്ചു, ഇനി FCR ഇല്ല, ദേ വരുന്നു FCR. അങ്ങനെ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മോദിയെ മെരുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ മനുഷ്യനെ നമുക്ക് അങ്ങനെ നമ്മളെ ഒതുക്കിയെടുക്കാൻ കഴിയുന്ന ആളല്ല എന്ന് ട്രംപ് തന്നെ നാഴിക്കുന്ന പോട്ടം പറയുമ്പോഴാണ് ഇത് കണക്കുള്ള സ്വപ്നങ്ങൾ കാണും. ഇപ്പോഴേതായാലും ഇവർക്ക് മനസ്സിലായി ഇനി ഇതിൽ നിന്ന് ഊരുക പ്രയാസകരമാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? BJPക്കാരെ പ്രകോപിപ്പിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, എന്തെങ്കിലും ഒരു നിയമത്തിന്റെ ഇളവ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നടത്തുന്ന നീക്കം. ഇതിന്റെ ഭാഗമായിട്ട് അവരെല്ലാവരെയും കാണുന്നുണ്ട്, RSS നേതാക്കളൊക്കെ കാണും എന്നൊരു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാണുമായിരിക്കാം, പക്ഷെ അതൊന്നും കൊണ്ട് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ BJPക്കാർക്ക് വിളിക്കാനും പോകാനും ഒക്കെ സൗകര്യവുമാണ്, കാരണം ആരും അതിനെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ ഇവിടെ ആദ്യത്തെ കൈയടി കൊടുക്കേണ്ടത് കേരളത്തിലെ BJPക്കാർക്ക് തന്നെയാണ്. അവർ ഭയന്നിട്ടാണോ അല്ലോ എന്ന് അറിയത്തില്ല. ഏതായാലും ഈ FCR കുറിച്ച് കമ എന്നൊരു അക്ഷരം ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും എങ്ങും ഫേസ്ബുക്കിൽ കിട്ടുന്നത് കണ്ടില്ല, നമ്മൾ പ്രസ്താവന നടത്തുന്നതും കണ്ടില്ല. കാരണം അവർക്ക് നന്നായി അറിയാം. ധനുഷ് ആലോചിക്കും, ഇവന്മാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 2000 സംതിങ് സ്ഥാനാർത്ഥികളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിർത്തിയത്. കേരള കോൺഗ്രസ് പോലും അത്ര നിർത്തിയിട്ടില്ല. എന്നിട്ട് പോലും ഇവർക്ക് അവർ ജയിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. അതായത് ഇവരുടെ ഒരു ധാർഷ്ട്യമായിരുന്നു കാണിച്ചിരുന്ന, അഹങ്കാരം. അതായത് അതിന്റെ ഒരു കാര്യം എപ്പോഴും നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ ക്രിസ്ത്യൻ സഭകൾക്കും മറ്റും നേരെ നടക്കുന്ന ആക്രമണങ്ങളായാലും, ഇവിടെ പൂഞ്ഞാറിലല്ലായിരുന്നു പിന്നെ ഒരു യുവ വൈദികനെ ബൈക്കിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസ്, പിന്നെ പാലാ ബിഷപ്പിനെതിരെ നടന്ന കേസ്, അങ്ങനെയുള്ള ഒരുപാട് കേസ്. പിന്നെ ഒരു സ്കൂള് ഷോൺ ജോർജ് പോയിട്ട് ഒരു തട്ടത്തിന്റെ ഒരു കേസുണ്ട്, ഹിജാബ് കേസ്. ഇതെല്ലാം വരുമ്പോഴത്തേനും കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ അത് കൈകാര്യം ചെയ്യുകയും വലിയ പിന്തുണ ഇവർക്ക് നൽകുകയും ചെയ്തിരുന്നു. അവരുടെ പിന്തുണ പോയതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കൊട്ടാരക്കരയിൽ ഒരു വിഷയം വന്നു, ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ. അവിടെ ഈ കുട്ടികളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വലിയ വിഷയം, ചൂടാപ്പികൾ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി. കമ എന്നൊരു അക്ഷരം ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്ന് സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് ഒന്നും വന്നില്ല. ഗുണമാണെന്നോ ദോഷമാണെന്നോ വന്നില്ല. അതിൽ നിന്ന് തന്നെ അവർ അപകടം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അച്ഛന്മാര് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുമ്പോൾ അതിന് താഴെ പോയി തെരുവിളിക്കുക എന്നുള്ള ഒരു പരമ്പരാഗത ആചാരമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, മുൻകാലങ്ങളിലൊക്കെ ഈ പിതാക്കന്മാരെയും ഒക്കെ വലിയ ബഹുമാനം നൽകി നിന്നിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട്.
അയ്യോ അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ്. ഇന്നിപ്പം അവർക്ക് ഒരു വാ തുറക്കാൻ വയ്യ, വാ തുറന്ന അപ്പത്തെറിയ. അവരുടെ കൂട്ടത്തിൽ നിന്നുള്ളവരും തെറി വിളിക്കുന്നുണ്ട്, ഇപ്പുറത്തുള്ളവരും തെറി വിളിക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വമല്ല നീങ്ങി, ഈ അതിബുദ്ധി ചിലപ്പോൾ അപകടം ചെയ്യും. അവിടെയാണ് ഈ സംഭവിച്ചത്. അതിബുദ്ധിയാണ് ഇവരെ കൊണ്ട് അപകടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഏതായാലും FCI നിയമത്തിൽ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല, കുറച്ചുകൂടെ കടുക്കാനുള്ള സാധ്യതകളേ ഉള്ളൂ. ധനുഷ് പറഞ്ഞ നിയമം വന്നു കഴിഞ്ഞു, ഇനി അതവിടെ പാസ്സാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ഭേദഗതി വന്ന് 105 കാര്യങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസത്തെ ഭേദഗതി വന്നത്. അതിൽ തന്നെ കൂട്ടി ഈ തട്ടിപ്പും വെട്ടിപ്പും കൈയിട്ട് വാരലും ഈ ഭീകരന്മാർക്ക് കൊടുക്കുന്ന പൈസയും എല്ലാം പൂട്ടിക്കഴിഞ്ഞു. ഇനി ഇവരുടെ പേടി എന്താണെന്ന് അറിയാവോ? ഇവരുടെ പേടി പഴയ കണക്ക് ചോദിക്കുമ്പോൾ ഈ വന്ന പൈസയുടെ കണക്ക് കാണിക്കും. ഇനി മുതലുള്ളതല്ലല്ലോ ഈ നിയമം വരുമ്പോൾ, മുൻകാല പ്രാബല്യമാണ്. നാളെ മുതലാണെങ്കിൽ ഞാൻ ഡീസന്റ് ആകാം, പക്ഷെ ഇന്നലെ വരെയുള്ള എന്റെ കണക്കെടുക്കാൻ പോകണം ഞാൻ ഡീസന്റ് അല്ല. അത് പിടുത്തം വീഴുമോ എന്നൊരു വലിയ ഭയമാണ്. പിടിച്ചോണ്ട് പോയാൽ മിണ്ടാൻ പറ്റത്തില്ല. കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാം ഈ സ്വത്തുക്കള്. കേന്ദ്ര സർക്കാർ ഈ സ്വത്തുക്കൾ ഏറ്റെടുത്താൽ മിണ്ടാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അത് നേരെ വന്ന പൈസയ്ക്ക് മേടിച്ചതല്ല. എന്തും പറഞ്ഞ് കേസിന് പോകും, എന്തും പറഞ്ഞ് ഇത് നാട്ടുകാരോട് പറയാൻ പറ്റുമോ? കൂടെയുള്ള സഭാവിശ്വാസികളോട് പറയാൻ പറ്റുമോ? എന്റെ അവിടുത്തെ കെട്ടിടം പോയി, ബംഗ്ലാവ് പോയി, ഇല്ലെങ്കിൽ ഞാൻ മറ്റിടത്ത് മേടിച്ചിട്ട തോട്ടം പോയി എന്ന് പറയാൻ പറ്റുമോ? വിശ്വാസികളെല്ലാം കൂടെ കൂമ്പിൽ കുത്തത്തില്ലേ? ഈ പൈസയൊക്കെ എവിടുന്നോട് എനിക്ക് കിട്ടിയെന്ന് ചോദിക്കത്തില്ലേ? അതുകൊണ്ട് അവരുടെ അടുത്ത് മിണ്ടാൻ പറ്റത്തില്ല. പോയത് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവർക്ക് ആ ഒരു ഭയം ഇവർക്ക് വലിയ രീതിയിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്കുണ്ട്. അതായത് ഈ സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്ന കുറെ അധികം പേര്. എത്രയോ കേസുകളാണ് കിടക്കുന്നത് ഈ കേരളത്തിലെ. ED വരെ കയറിയ കേസുകൾ എത്രയോ കിടപ്പുണ്ട് ഈ സ്വത്ത് സംബന്ധിച്ചുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോ ഓരോന്നോരോന്നായിട്ട് വരുന്നതേ ഉള്ളൂ, ലിസ്റ്റ് ബൈ ലിസ്റ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. അത് കൂടുതൽ നാറാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവരിപ്പം ഈ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഓരോരോ കഥകളെടുത്ത് പുറത്തേക്ക് ഇടേണ്ടി വരും.